Hello friends, here I am discussing chapter 2 gas laws and mole concept. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി വാട്ട് ഈസ് മോൾ? എന്തിനാണ് നമ്മൾ ഈ ഒരു മോൾ കൺസെപ്റ്റ് യൂസ് ചെയ്യണത്? സപ്പോസ് ഈ ഒരു ബോക്സിൽ 10 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. ദെൻ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഈ ഒരു 10 ഗ്രാംസ് ഓഫ് ഹൈഡ്രജനിൽ ഉള്ളതെന്ന് നമുക്കറിയണം. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് കുറേ കൂടി സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഇഫ് സപ്പോസ് എനിക്ക് 1 ഡസൻ ഓഫ് ആപ്പിൾസ് വേണം, അപ്പോൾ എനിക്ക് എത്ര ആപ്പിൾസ് കിട്ടും? 12 ആപ്പിൾസ് കിട്ടും. ഇഫ് സപ്പോസ് ഐ നീഡ് 1 ഡസൻ ഓഫ് പൈനാപ്പിൾസ്, ദെൻ ഹൗ മെനി പൈനാപ്പിൾ ഷുഡ് ഐ ഗെറ്റ്? ഐ ഗോട്ട് 12 പൈനാപ്പിൾസ്. ഇഫ് സപ്പോസ് 1 ഡസൻ ഓഫ് ഓറഞ്ചസ് വേണമെങ്കിൽ എനിക്ക് 12 ഓറഞ്ചസ് കിട്ടും. ബട്ട് ഈ ഒരു 12 ആപ്പിൾസ്, 12 പൈനാപ്പിൾസ്, 12 ഓറഞ്ചസ് ഇവരൊക്കെ മാസ് സെയിം ആണോ? അല്ല, മാസ് വിൽ ബി ഡിഫറെൻറ്റ്. 12 ആപ്പിൾസിൻ്റെ മാസ് മേ ബി 5 കിലോഗ്രാം, 12 പൈനാപ്പിൾസിൻ്റെ മാസ് മേ ബി 10 കിലോഗ്രാം, 12 ഓറഞ്ചസിൻ്റെ മാസ് മേ ബി 3 കിലോഗ്രാം. സോ ഇതിൽ 1 ഡസൻ എന്ന് പറയുമ്പോൾ നമ്പർ വിൽ ബി കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് 12. ബട്ട് ദ മാസ് വിൽ ബി ഡിഫറെൻറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് സബ്സ്റ്റൻസ് ദാറ്റ് വി ആർ ടേക്കിംഗ്. ഈ ഒരു സെയിം കൺസെപ്റ്റ് നമുക്ക് മോൾ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ദാറ്റ് ഈസ്, ഇഫ് ഐ നീഡ് 1 mole of hydrogen, then how many atoms of hydrogen will it contain? It contain 6.022 into 10⁻23 atoms of hydrogen. That is, ഈ ഒരു 1 ഡസൻ ആപ്പിളിൽ 12 ആപ്പിൾസ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ 1 mole of hydrogenൽ 6.022 into 10⁻23 atoms of hydrogen ഉണ്ടാവും. Suppose I need 1 mole of oxygen. Then how many atoms of oxygen will it contain? It contains 6.022 into 10⁻23 atoms of oxygen. In 1 mole of nitrogen, it contains 6.022 into 10⁻23 atoms of nitrogen. But ഇവരൊക്കെ മാസ് സെയിം ആണോ? അല്ല, മാസ് വിൽ ബി ഡിഫറെൻറ്റ്. The mass of 6.022 into 10⁻23 atoms of hydrogen is 1 gram because the atomic mass of hydrogen is 1 unit. The mass of 6.022 into 10⁻23 atoms of oxygen is 16 gram because the atomic mass of oxygen is 16 unit. The mass of 6.022 into 10⁻23 atoms of nitrogen is 14 gram because the atomic mass of nitrogen is 14 unit. So നമുക്കിതിന് എന്ത് മനസ്സിലായി? 1 mole of any element contain fixed number of atoms, that is 6.022 into 10⁻23 atoms. This fixed number is known as Avogadro number. ബട്ട് ഇവരുടെയൊക്കെ മാസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അവരുടെ ആറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി മോളിക്യൂൾസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1 mole of hydrogen molecules contain 6.022 into 10⁻23 molecules of hydrogen. അവരുടെ മാസ് 2 gram ആയിരിക്കും. കാരണം ദി ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 1 gram. ഇവിടെ H2 ആണ്, അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 1 + 1 ദാറ്റ് ഈസ് 2 gram. Then 1 mole of oxygen molecules contain 6.022 into 10⁻23 molecules of oxygen. അവരുടെ മാസ് 32 ആയിരിക്കും. കാരണം ദി ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16. സോ O2 ആണ്, 2 ഓക്സിജൻ ഉണ്ട്. സോ 16 + 16 ദാറ്റ് ഈസ് 32 gram. 1 mole of nitrogen molecules contain 6.022 into 10⁻23 molecules of nitrogen. അവരുടെ മാസ് 28 gram ആയിരിക്കും. കാരണം ദി ആറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14 gram. So 14 + 14 that is 28. Then നമുക്ക് ഈ കിട്ടുന്ന മാസുകളെ പറയുന്ന പേരാണ് മോളാർ മാസ്. ദെൻ ഈ ഒരു ഫിക്സഡ് നമ്പറിനെ പറയുന്നതാണ് അവഗാഡ്രോ നമ്പർ. സോ വാട്ട് ഈസ് മോളാർ മാസ്? മാസ് ഓഫ് 1 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാസ് ഓഫ് 6.022 into 10⁻23 പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസ് വന്നത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം. ഇതിൽ ഈ കാണുന്നതാണ് മോളാർ മാസ്. അതായത് 1 mole atoms or molecules അല്ലെങ്കിൽ 6.022 into 10⁻23 atoms or molecules ഇവരുടെയൊക്കെ മാസ് ആണ് മോളാർ മാസ്. സപ്പോസ് 6.022 into 10⁻23 ആറ്റംസ് ആണെങ്കിൽ അവരുടെ മാസിനെ പറയുന്നതാണ് ഗ്രാം ആറ്റോമിക് മാസ്. ഇപ്പോൾ സപ്പോസ് 6.022 into 10⁻23 മോളിക്യൂൾസ് ആയിരുന്നെങ്കിൽ അവരുടെ മാസിനെ പറയുന്നതാണ് ഗ്രാം മോളിക്കുലാർ മാസ്. ഈ ഒരു ഗ്രീൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന എലമെൻസുകളുടെ ആറ്റോമിക് മാസാണ്. നേരത്തെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എന്താണ് ഒരു മോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും.
1 മോൾ എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണെങ്കിൽ 1 മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആറ്റംസ് ആയിരിക്കും. അതിൻ്റെ മാസിനെ പറയുന്നതാണ് ഗ്രാം ആറ്റോമിക് മാസ്. ഇപ്പോൾ സപ്പോസ് ആ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണെങ്കിൽ 1 മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന മാസാണ് ഗ്രാം മോളിക്കുലർ മാസ്. ഇനി സപ്പോസ് ഗ്യാസസ് ആണെങ്കിൽ 1 മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 ഗേഷ്യസ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ആ വോളിയത്തിന് പറയുന്നതാണ് മോളാർ വോളിയം. ഈ വോളിയത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കണം, അതായത് STP കണ്ടീഷൻ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഷർ എന്ന് പറയുന്നത് 1 atm ആയിരിക്കും, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 Kelvin ആയിരിക്കും. ദെൻ ഏതൊരു ഗ്യാസിനാണെങ്കിലും വോളിയം ഓഫ് 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് വി മൂവ് ടു ദി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ദാറ്റ് വാസ് റിക്വയർഡ് ഫോർ ഡൂയിങ് ദി പ്രോബ്ലംസ്. എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിച്ചു കണ്ടിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, അങ്ങനെയാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ആദ്യം അറിയണം. അത് ഓരോ കേസിലും ഡിഫറെൻറ്റ് ഇക്വേഷനാണ്. സോ ഈ ആറ്റോമിക് സബ്സ്റ്റൻസിൻ്റെ കേസസിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ GAM ആയിരിക്കും. നമ്പർ ഓഫ് ഗ്രാം ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി മോളിക്കുലർ സബ്സ്റ്റൻസിൻ്റെ കേസസിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ GMM ആയിരിക്കും. ഇനി നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഗേഷ്യസ് സബ്സ്റ്റൻസ് അറ്റ് STP കണ്ടീഷൻസിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം, അതായത് വോളിയം അറ്റ് STP ഇൻ ലിറ്റേഴ്സ് ബൈ 22.4 ലിറ്റേഴ്സ്. ഇനി ഇൻ കേസ് ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ക്വസ്റ്റ്യൻസിൽ തന്നതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ അവഗാഡ്രോ നമ്പർ. നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി മോൾസ് ആർ ദർ ഇൻ 140 ഗ്രാം നൈട്രജൻ. 140 ഗ്രാം നൈട്രജനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് ആറ്റമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? നമ്മൾ ഫസ്റ്റ് കേസിലെ ഇക്വേഷനാണ്. ഇത് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GAM. അപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അതായത് ഗിവൺ മാസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ട് 140 divided by gram atomic mass of nitrogen is 40. So by dividing this we get 10 moles. Okay, we move to the next problem. That is 360 gram glucose is given. How many molecules are there in sample? 360 gram glucose ഉണ്ട്, അതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, മോൾസ് അല്ല. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയുന്നത് ഈ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ GMM ആണ്. കാരണം മോളിക്യൂൾസ് ആണ്, അപ്പോൾ ഡിനോമിനേറ്ററിൽ GMM ആയിരിക്കും വരിക. ഗിവൺ മാസ് പറയുന്നത് 316 തന്നിട്ടുണ്ട്. GMM കണ്ടുപിടിക്കാനുള്ളത് കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12 ആണെന്നറിയാം. 12 × 6 പ്ലസ് ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1 × 12 പ്ലസ് ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16 × 6. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ 180 കിട്ടും. സോ 360 by 180 we get 2 moles. Then 2 into Avogadro number we get number of molecules. Okay, next problem. Calculate the number of molecules in 90 gram of water. 90 gram of water എത്ര number of molecules ഉണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഗിവൺ മാസ് ബൈ GMM എടുക്കാൻ, കാരണം വാട്ടർ എന്ന് പറയുന്നത് മോളിക്യൂളാണ്. അപ്പോൾ അത് GMM അല്ല ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇതിൽ ഗിവൺ മാസ് എന്ന് പറയുന്നത് 90 തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ GMM എന്ന് പറയുന്നത് 18 ആണ്, അതായത് H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പോൾ 2 + 16 18 കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5 മോൾസ് കിട്ടും. 5 മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 44. ദെൻ സബ് ക്വസ്റ്റ്യൻ ഈസ് find out the number of molecules in 220 gram carbon dioxide and also find what will be the volume at this much carbon dioxide at STP. സോ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വീണ്ടും ഒരു ഇക്വേഷൻ ഉണ്ട്, ഗിവൺ മാസ് ബൈ GMM എടുക്കാൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അതൊരു മോളിക്യൂളാണ്. സോ അതുകൊണ്ടാണ് GMM വന്നത്. ഗിവൺ മാസ് 220 അത് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. GMM ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട് 44 എന്ന്. സപ്പോസ് ഇത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12 ആണ്. 12 +
2 × 16 ചെയ്യുമ്പോൾ നമുക്ക് ഈ 44 കിട്ടും. ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 മോൾസ് എന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടാൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോളിയം കണ്ടുപിടിക്കലാണ്. നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, വോളിയം കണ്ടുപിടിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷനാണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. വോളിയം അറ്റ് STP ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു 22.4 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വോളിയം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, certain samples are given below: 200 gram H2, 200 gram helium, 200 gram calcium. First question is find out the number of moles in each sample and also arrange them in the increasing order of number of moles. അതായത് നമുക്ക് 3 സാമ്പിളുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡറിൽ അതൊന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കാണ് നമ്പർ ഓഫ് മോൾസിൻ്റെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം H2ൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇക്വേഷൻ ഗിവൺ മാസ് ബൈ GMM ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് H2 എന്ന് പറയുന്നത് മോളിക്യൂളാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ GMM ആണ് വരിക. അപ്പോൾ ഗിവൺ മാസ് 200 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 100 മോൾസ് കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയത്തിൻ്റെ എന്താണ് ഇക്വേഷൻ വരിക? ഗിവൺ മാസ് ബൈ GAM ആണ്. കാരണം ഹീലിയം എന്ന് പറയുന്നത് ആറ്റമാണ്, മോളിക്യൂളല്ല. സോ ഡിനോമിനേറ്ററിൽ ഹീലിയത്തിൻ്റെ ആറ്റോമിക് മാസ് അതായത് GAM വരും 4. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 50. ദെൻ കാൽഷ്യത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ബൈ GAM തന്നെയാണ്. കാരണം കാൽഷ്യമും എന്താണ് ആറ്റമാണ്, മോളിക്യൂളല്ല. സോ 200/40 തന്നിട്ടുണ്ട് കേട്ടോ. ദെൻ 5 മോൾസ് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അതിൻ്റെ ആ ഒരു നമ്പർ ഓഫ് മോൾസ് കൂടി വരുന്നതിൻ്റെ ഓർഡറിൽ, അതായത് ഏറ്റവും ആദ്യം അപ്പോൾ ചെറുതാണ് എഴുതേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് കിട്ടിയിരിക്കുന്ന ഏതിനാണ്? കാൽഷ്യത്തിനാണ്. അപ്പോൾ കാൽഷ്യം ആദ്യം എഴുതി, അത് കഴിഞ്ഞ് പിന്നെ കൂടുന്നത് ഹീലിയത്തിനാണ്. ഹീലിയം എഴുതി, ദെൻ ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ചില വാല്യൂസ് മിസ്സിംഗ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സബ്സ്റ്റൻസ് NH3 ആണ്. NH3യുടെ മാസ് തന്നിട്ടില്ല, പകരം വോളിയം അറ്റ് STP തന്നിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM. അതിൽ നമുക്ക് മാസ് കിട്ടും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയണം. നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് വോളിയം അറ്റ് STP യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. വോളിയം അറ്റ് STP ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ബട്ട് കുറച്ചും കൂടി ഈസി നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. ബിക്കോസ് നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ ഈ ഒരു അവഗാഡ്രോ നമ്പർ മാറ്റി നിർത്താന്ന് വെച്ചാൽ ഈ ഒരു 3 ആണ് നമ്മുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട് 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഈ ഒരു 3 ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM. ഈ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ മാസ് ഡിവൈഡ് ബൈ 70. അമോണിയ എന്ന് പറയുന്നത് മോളിക്യൂളാണ്. അതിൻ്റെ GMM എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ ഇത് 2 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് മാസ് കിട്ടും. നെക്സ്റ്റ് സബ്സ്റ്റൻസ് നൈട്രജൻ മോളിക്യൂളാണ്. നൈട്രജൻ മോളിക്യൂളിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം അറ്റ് STP ആണ്. സോ ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് മാസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും കുറേ കൂടി ഈസി. കാരണം നമുക്കറിയാം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സോ ഇവിടെ 1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സോ 1 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ദെൻ നമ്മൾ വോളിയം അറ്റ് STP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. ആ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ദെൻ നമ്പർ ഓഫ് മോൾസ് 1 എന്നറിയാം, ദെൻ 22.4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് വോളിയം കിട്ടും. നെക്സ്റ്റ് സബ്സ്റ്റൻസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ദെൻ വോളിയം അറ്റ് STP തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ്. സോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. 2 രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഒന്ന് മാസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വോളിയം അറ്റ് STP യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. മാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ GMM എന്ന് പറയുന്നത് 44 ആണ്. സോ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും.
ഇനിയിപ്പോൾ സപ്പോസ് വോളിയം അറ്റ് എസ് ടി പി യൂസ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇത്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വോളിയം അറ്റ് എസ് ടി പി ഡിവൈഡ് ബൈ 22.4. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടുക. സോ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ദ ലാസ്റ്റ് സബ്സ്റ്റൻസ് ഈ CH4. CH4ൻ്റെ മാസ് തന്നിട്ടുണ്ട്, ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. വോളിയം അറ്റ് എസ് ടി പി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഈ നമ്പർ ഓഫ് മോൾസ് പറയുന്നത് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും, 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സോ ഈ 5 ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വോളിയം അറ്റ് എസ് ടി പി ആണ്. സോ അതിന് യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് വോളിയം അറ്റ് എസ് ടി പി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4. സോ ഈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് കിട്ടി. സോ 5 ഇൻറ്റു 22.4 ചെയ്യുമ്പോൾ നമുക്ക് 112 കിട്ടും. മോൾ കൺസെപ്റ്റിൽ നിന്ന് വരാവുന്ന മാക്സിമം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേറെ ഏത് പ്രോബ്ലം ചോദിച്ചാലും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വി മൂവ് ടു ഗ്യാസ് ലോസ്. 3 ലോസ് ആണുള്ളത്: ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ഫസ്റ്റ് വൺ ഈസ് ബോയിൽസ് ലോ. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ V is inversely proportional to pressure. That means V കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും, അല്ലെങ്കിൽ V കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, അതായത് P1 V1 ഈക്വൽ ടു P2 V2. നെക്സ്റ്റ് ലോയാണ് ചാൾസ് ലോ. ചാൾസ് ലോയിൽ എന്താണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും, അല്ലെങ്കിൽ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. അതായത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് V/T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, അതായത് V1/T1 ഈക്വൽ ടു V2/T2. നെക്സ്റ്റ് ലോയാണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോയിൽ എന്താണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്, അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും, വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയും. പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് V/N ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, അതായത് V1/N1 ഈക്വൽ ടു V2/N2. നെക്സ്റ്റ് ഗ്യാസ് ലോസ് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഗിവൺ. ഒരു കോളത്തിൽ വോളിയം തന്നിട്ടുണ്ട്, വേറൊരു കോളത്തിൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് P ആൻഡ് Q. ഈ Pയും ഈ Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഈസ് വിച്ച് ഗ്യാസ് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് വോളിയമും ടെമ്പറേച്ചറുമാണ് തന്നിരിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ നമുക്ക് ഏത് ലോ ആണെന്ന് മനസ്സിലാവും? ചാൾസ് ലോ ആണെന്ന് മനസ്സിലാവും. സോ ചാൾസ് ലോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ചാൾസ് ലോ ആണെങ്കിൽ നമുക്കറിയാം V/T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സോ വോളിയം തന്നിട്ടുണ്ട് 600, ടെമ്പറേച്ചർ 300 Kelvin. സോ V/T 600/300 ഈക്വൽ ടു 2. ഈ ഒരു 2 കോൺസ്റ്റൻ്റ് ആണ്, അത് ഈ ഇതിനൊക്കെ ബാധകമാണ്. സോ നെക്സ്റ്റ് വോളിയം 400 തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ P, ഇതാണ് ഈ P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V/T 400/P ഈക്വൽ ടു 2. ഈ ഒരു 2 നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് P കിട്ടും, ദാറ്റ് ഈസ് 400/P ഈക്വൽ ടു 2. Then P equal to 400/2, that is equal to 200 Kelvin. നെക്സ്റ്റ് ഈസ് വോളിയം എന്ന് പറയുന്നത് Q, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചർ 500 തന്നിട്ടുണ്ട്. സോ V/T that is Q/500 ഈക്വൽ ടു 2. Q/500 ഈക്വൽ ടു 2, then Q ഈക്വൽ ടു 2 × 500, that is 1000 ലിറ്റർ. ദെൻ പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത് ഏത് ലോയാണെന്നാണ്. സോ നമുക്കറിയാം ഇത് ചാൾസ് ലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അനലൈസ് ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ വൺ വിച്ച് ഈസ് റിലേറ്റഡ് ടു ബോയിൽസ് ലോ. കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്, ഇതിലേതാണ് ബോയിൽസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ബോയിൽസ് ലോ എന്ന് വെച്ചാൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ദാറ്റ് മീൻസ് വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയണം, അല്ലെങ്കിൽ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടണം. ഫസ്റ്റ് കേസ്, ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബേസ്റ്റ് ആഫ്റ്റർ സം ടൈം. വീർപ്പിച്ചൊരു ബലൂൺ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കുറച്ച് നേരം വെക്കുകയെന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോവും. സോ അവിടെ എന്താണ് നടക്കുന്നത്? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കുറച്ച് നേരം വെക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടി വരികയാണ്. സോ ടെമ്പറേച്ചർ കൂടി വന്നാൽ വോളിയം കൂടും. സോ അങ്ങനെയാണ് ഈ ഒരു ബലൂൺ പൊട്ടുന്നത്. ഇവിടെ അപ്പോൾ ആ ഒരു വോളിയം ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻ പറയുന്ന ലോ ഏതാണ്? ചാൾസ് ലോ ആണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, ആസ് ദ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിൻ്റെ വോളിയം കൂടുന്നു.
സോ ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു ബലൂൺ വീർപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ഗ്യാസ് നിറയ്ക്കുക. സോ അതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുകയാണ്. സോ അപ്പോൾ എന്ത് നടക്കുന്നു? വോളിയം കൂടുന്നു. സോ ആ ഒരു നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് വോളിയം, ആ ഒരു റിലേഷൻ പറയുന്ന ലോ ഏതാണ്? അവഗാഡ്രോസ് ലോ ആണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ ഈസ് ദ സൈസ് ഓഫ് എയർ ബബിൾസ് റൈസിംഗ് ഫ്രം ബോട്ടം ഓഫ് എ വാട്ടർ ബോഡി ഗ്രാജുവലി ഇൻക്രീസസ്. ഒരു വാട്ടർ ബോഡിയുടെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് പോകുമ്പോൾ എയർ ബബിൾസിൻ്റെ സൈസ് കൂടി വരും. വൈ ദിസ് ഹാപ്പൻസ്? ഒരു വാട്ടർ ബോഡിയുടെ ബോട്ടത്തിൽ പ്രഷർ ഹൈ ആയിരിക്കും, അപ്പോൾ അവിടുത്തെ വോളിയം കുറയും. സോ ദാറ്റ്സ് വൈ ദി സൈസ് ഓഫ് എയർ ബബിൾസ് ഈസ് ലോ അറ്റ് ബോട്ടം. മേലേക്ക് വരുംതോറും പ്രഷർ കുറയാണ്. സോ ദ വോളിയം ഓഫ് എയർ ബബിൾസ് ബിക്കം ഹൈ. സോ ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത് എന്താണ്? വോളിയം പ്രഷറും തമ്മിലുള്ള റിലേഷനാണ്. സോ അത് ബോയിൽസ് ലോ ആണ്. സോ നമ്മുടെ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The gas in a cylinder A of volume 2 liter is completely transferred into cylinder B of volume 4 liter without changing temperature. And the question is, what is the new volume of gas and gas in which cylinder experience more pressure? So, two cylinders ഉണ്ട്. Cylinder A and cylinder B. Cylinder Aയുടെ വോളിയം 2 ലിറ്റർ ആണ്, സിലിണ്ടർ ബിയുടെ വോളിയം 4 ലിറ്റർ ആണ്. സോ ഈ ഒരു സിലിണ്ടർ എയിലുള്ള ഗ്യാസ് ഫുൾ ആയിട്ട് സിലിണ്ടർ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ പുതിയതായി കിട്ടുന്ന വോളിയം എന്തായിരിക്കും? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്യാസ് എന്ന് പറയുന്നത് ആ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ആ ഒരു വെസലിൻ്റെ വോളിയമാണ് അതിനെ എക്വയർ ചെയ്യുന്നത്. സോ ഈ ഒരു സിലിണ്ടർ എയിലുള്ള ഗ്യാസ് സിലിണ്ടർ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും ആ ഒരു ഗ്യാസ് എന്ന് പറയുന്നത് ഈ സിലിണ്ടർ ബിയുടെ വോളിയമാണ് എക്വയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 ലിറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് സിലിണ്ടറിനാണ് കൂടുതൽ പ്രഷർ ഉള്ളത്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. ദെൻ വോളിയമും പ്രഷറും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ലോ ആണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോയിൽ എന്താണ് പറയുന്നത്? വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. സോ ഏത് സിലിണ്ടറിനാണ് കുറവ് വോളിയം ഉള്ളതെന്ന് നോക്കുക. സോ അതിനായിരിക്കും പ്രഷർ കൂടുതൽ. സോ സിലിണ്ടർ എ ഹാസ് 2 ലിറ്റർ, ദെൻ സിലിണ്ടർ ബി ഹാസ് 4 ലിറ്റർ. സോ സിലിണ്ടർ എക്കാണ് കുറവ് വോളിയം ഉള്ളത്. സോ അവിടെയാണ് മോർ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുക. സോ ആൻസർ ഈസ് സിലിണ്ടർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി വോളിയം ഓഫ് 2 mol hydrogen gas at 1 atm pressure and 273 Kelvin is 44.8 liter. And first question is, name the scientists who established the relationship between the volume and pressure of gas through experiment. അത് ഏത് സയൻറ്റിസ്റ്റാണ് വോളിയമും പ്രഷറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത്? ആരാണ്? റോബർട്ട് ബോയിൽ. The next question is, what will be the new pressure if the volume of hydrogen gas is changed to 22.4 liter? Temperature is constant. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ അവർ വോളിയം ചേഞ്ച് ചെയ്തു, 22.4 ലിറ്റർ ആക്കി. സോ നമുക്ക് പുതിയതായി കിട്ടുന്ന പ്രഷർ എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ പ്രഷറും വോളിയമും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ലോ ഏതാണ്? ബോയിൽസ് ലോ ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? P1 V1 = P2 V2. സോ അതിൽ P1 എന്ന് പറയുന്നത് 1 atm തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ ആക്ച്വൽ വോളിയമും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 44.8 ലിറ്റർ. ദെൻ ന്യൂ പ്രഷർ P2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. സോ P1 V1 = P2 V2. Then substitute all the values. Then we get P2 = 44.8 by 22.4, that is 2 atm. Then next question is, suggest a method to increase the volume of this gas without changing the pressure and mass. പ്രഷറും മാസും ചേഞ്ച് ചെയ്യാതെ വോളിയം എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? സോ നമുക്ക് ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കൂടും. സോ അതാണ് ആൻസർ. ബൈ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ദ വോളിയം വിൽ ഇൻക്രീസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ 2 വരുന്നത്. സോ ഇത്രയും പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.